ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മാവളോസിൻ്റെ എന്നാ പറഞ്ഞത് ലൈഫ് സ്റ്റോറിയുടെ അടുത്ത ഭാഗത്തോട്ട് പോകാം അല്ലേ. ഇന്നുണ്ടല്ലോ നല്ലൊരു മഴക്കാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുക. നല്ലൊരു മഴ പെയ്താൽ നല്ലതാണ്, പക്ഷേ പെയ്യുന്നില്ല. ചൂടെങ്കിലും ഇച്ചിരി ഒന്ന് കുറഞ്ഞേനെ. ഭയങ്കര ചൂടും കാലാവസ്ഥയൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തി തന്നെ എന്നാ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ ഒരു ചേച്ചിയും ചേട്ടനും കൂടെ വന്നു എന്നല്ലേ. അപ്പം ഞാൻ പറയട്ടെ ഒരു കാര്യം. എന്നോട് എൻ്റെ വീട്ടുകാരും വേറൊരിടത്ത് പണിക്ക് പോകാനോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പണിക്കൊക്കെ പോയതാണ്. ഹോം നേഴ്സിങ്ങിനാണേലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം പോയതാണ്. എന്നു വെച്ചാൽ എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം, ഇതൊക്കെയായിരുന്നു എൻ്റെ അപ്പോഴത്തെ ഒരു ചിന്ത. വേറെ ഒന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തയില്ലായിരുന്നു. പിന്നെ ആണുങ്ങളെ എന്ന് പറഞ്ഞാൽ ചേട്ടന്മാരെ ആണുങ്ങളെ കാണുന്നത് എനിക്ക് പേടിയായിരുന്നു. ശരിക്കും എന്ന് വെച്ചാൽ പേടിയായിരുന്നു. അത്രയ്ക്ക് മാത്രം ഞാൻ 4 വർഷം കൊണ്ട് അനുഭവിച്ച് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നുള്ള ഒരു ധാരണയൊക്കെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ. അങ്ങനെ പിന്നെ ഞാൻ പറയില്ല, ആ അമ്മച്ചി എൻ്റെ കഴുത്തര മാതാവിൻ്റെ ഇത് കണ്ടിട്ടാണോ എന്തോ എന്നെ അത് ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്നേ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വിഷമങ്ങളും വേദനകളും വരുമ്പോൾ നമ്മളെ ദൈവത്തിലൊരു വിശ്വാസവും കാര്യവും ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ കൈവിടത്തില്ല. 100% ഉറപ്പാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ആകുമ്പോഴത്തേനും നമ്മൾ അഹങ്കരിച്ച് ആണ് വലിയ പുള്ളിയെന്ന് പറഞ്ഞൊക്കെ ഇരുന്നാൽ ദൈവം ഒന്ന് കണ്ണടച്ചാൽ നിസ്സാരം ഒരു കുഞ്ഞിപ്പനിക്കേ ഉള്ളൂ. എത്ര കോടികളുണ്ടെങ്കിലും എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും ആരും നെഗളിക്കാതിരിക്കുക. അത് എനിക്ക് പറയാനായിട്ടൊരു ഉപദേശം പറയാനുള്ളൂ. ഞാൻ പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ആ ഇല്ലായ്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കുന്ന ഇല്ലായ്മകളെല്ലാം ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം ഓർക്കും. ഇന്ന് എന്നെ ഇത്രയും 3 നേരം കഴിക്കേണ്ടതിന് 4 നേരം ദൈവം എനിക്ക് തരുന്നുണ്ട്. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയും. കാരണം ആഹാരമൊക്കെ ഇല്ലാതെ വിശപ്പ് അറിഞ്ഞിട്ടുള്ളവനെ ഭക്ഷണത്തിൻ്റെ വില അറിയത്തുള്ളൂ എന്ന് പറയില്ല. ഞാൻ ഇന്നും ഒരു സാധനം പോലും വേസ്റ്റാക്കി കളയാൻ സമ്മതിക്കില്ല. കാരണം ഒരു കുഞ്ഞു സാധനമാണെങ്കിലും ഒന്നെങ്കിൽ അത് ഞാൻ നാളത്തേനെടുത്ത് വയ്ക്കും, കഴിക്കാൻ പറ്റത്തില്ലാതെ ബാലൻസ് വന്നെങ്കിൽ. കാരണം തീറ്റ സാധനം കളയുന്നു അങ്ങനെ ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ നേടാൻ പറ്റിയാലും, ഇനിയിപ്പം ഞാൻ എത്ര വലിയ കോടീശ്വരിയായെന്ന് പറഞ്ഞാലും ഞാൻ ആ സിന്ധുവായിട്ട് തന്നെ ഞാൻ ജീവിക്കത്തുള്ളൂ. കാരണം നമ്മുടെ എന്നാ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇച്ചിരിയൊക്കെ ഒന്ന് അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ദൈവം നമുക്ക് തിരിച്ചടിയും കാര്യങ്ങളും തന്നിരിക്കും. ജീവിതം പഠിപ്പിച്ച പാഠമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് പറയുന്നത്. പിന്നെ ആ അമ്മച്ചിയുടെയൊക്കെ വീട്ടിൽ ഏറ്റുമാനൂർ നിന്നപ്പോഴത്തേക്കുമായിരുന്നു ലാൽട്ടൻ മരിച്ചു. ഒരു പ്രാവശ്യത്തെ ലാൽട്ടൻ മരിച്ചത് സെപ്റ്റംബർ 28 29 അടക്കിയത്. അപ്പം എനിക്ക് ആ സമയമായപ്പോഴത്തേനും ഭയങ്കര ടെൻഷനും വെപ്രാളും കരച്ചിലും സങ്കടവും, എന്നിട്ട് എനിക്ക് ചെറിയൊരു രീതിയിലൊരു പനിയും ഒക്കെ കൂടെ ആയി. അപ്പോഴത്തേക്കും അമ്മച്ചിയുടെ ആങ്ങളെയും ഫാമിലിയും പുറത്ത് വേറെ ഏതോ സ്ഥലത്തായിരുന്നു, അവർ വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും അമ്മച്ചി പറഞ്ഞു, എൻ്റെ ദൈവമേ എൻ്റെ സങ്കടവും പാവം. അമ്മച്ചി അവരോട് പറയാം, ആങ്ങളയോടും നാത്തനോടൊക്കെ, പാവം ഒരു കുഞ്ഞ്, അതിൻ്റെ സങ്കടം തോന്നും. അതിൻ്റെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്കതിനെ പാവം തോന്നുക. ഇന്ന് അവളുടെ കിട്ടിയോ മരിച്ച ദിവസമൊക്കെ നാളെ. അപ്പോൾ നാളെ മുതൽ ഞാൻ അവളെ നീണ്ടൂരും അവിടെ ഏതോ ഒരു സ്ഥലത്ത് ധ്യാനം നടക്കുന്നു, അവിടെ കൊണ്ടുപോയാലോ എന്ന് ആഗ്രഹിക്കുക. അപ്പം ഞങ്ങൾ രാവിലെ എല്ലാം ചെയ്ത് വെച്ചിട്ട് പോകാം, നിങ്ങൾ ലിസിയുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെ ഇവിടെ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മച്ചിയും വെളുപ്പിനെ എണീറ്റ് എല്ലാം ഉണ്ടാക്കി പിറക്കി വെച്ചിട്ട് ഞങ്ങൾ ധ്യാനത്തിന് പോകും. 3 ദിവസം അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം ഈ നല്ല എന്നാ പറയുന്നത്, നമുക്കിങ്ങനെ കൗൺസിലിംഗ് പോണക്കും ഒക്കെ കിട്ടും. അങ്ങനെ എനിക്ക് കുറേ അറിവുകൾ കിട്ടി. എന്നറിയോ, നമ്മൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരിക്കലും മരിക്കാൻ പറ്റത്തില്ല. ആര് മരിച്ചാലും നമ്മൾ ബാക്കി ജീവിച്ച് തീർക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞപ്പോഴത്തേനും കുഞ്ഞുങ്ങളെ വളർത്തണം. പക്ഷേ എനിക്ക് ഒരു ഉപദേശം അന്ന് അവിടുന്ന് കിട്ടിയായിരുന്നു, നീ വളരെ കുഞ്ഞൊരു കുട്ടിയാണ്, നീ ഒരു പുനർവിവാഹം കഴിക്കണമെന്ന്. സത്യം, അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്നു കേട്ടോ. അപ്പം ഒരു മാതാവിൻ്റെ ഒക്കെ ഒരു വലിയ രൂപമൊക്കെ വെച്ച് ഒരു സ്ഥലത്താണ്, എന്നാണോ ആ സ്ഥലപ്പേര് ഞാൻ കറക്റ്റ് മറന്നു, നീണ്ടൂരിൻ്റെ അങ്ങനെ കണ്ട ആ സ്ഥലം, അങ്ങോട്ടേക്ക് പോകുന്നിടത്ത്. എന്നിട്ട് ഈയിടെ ഞങ്ങൾ കൃപാസനത്തിൽ പോകുമ്പോൾ നമ്മൾ അതിലേ പോകാറുണ്ട്, ഏറ്റുമാനൂർ വഴി പോകുമ്പോൾ. അത് ഈയിടെ ഞാൻ പോയപ്പോഴും പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇതിലെയാണ് പോയെന്ന് മോളൂനോടൊക്കെ. അല്ല, ഇവിടെയൊക്കെ ഞാൻ പണി ചെയ്യാൻ നിന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചൊക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് ഒരു ചേച്ചിയും ചേട്ടനും കൂടെ വന്നേക്കുന്നത് എന്തിനാണെന്നറിയോ, ആ ചേച്ചിയുടെ കൈ വെള്ളം തൊടുമ്പോഴത്തേക്ക് ഇങ്ങനെ അലർജി പോണക്കാവും, ഇങ്ങനെ പഴുത്ത് അളിയും. അപ്പം വെള്ളത്തിൽ തൊടാൻ പറ്റില്ല. വെള്ളത്തിൽ തൊടാൻ പറ്റാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ച് ജീവിക്കാൻ പറ്റുമോ? സ്ത്രീയല്ല പുരുഷനെ സംബന്ധിച്ച് ജീവിക്കാൻ പറ്റും, ആരെക്കൊണ്ടും പറ്റത്തില്ല അല്ലേ. സ്ത്രീകളെന്ന് പറഞ്ഞാൽ എപ്പോഴും അടുക്കളപ്പണി ചെയ്യുന്നവരാ. അപ്പോൾ ഈ ചേച്ചി കൈ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞാൽ, ആ ചേച്ചിയുടെ മോള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ മോള് അത്യാവശ്യം കാര്യങ്ങൾ വീട്ടിലെല്ലാം ചെയ്യും. ഒരു മോളും മോനുമാണ് ഉള്ളത്. പിന്നെ അവർക്ക് കുറേ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പശുക്കളുണ്ട്. 2 വീടായിട്ടാണ്, ഈ 6 നിലയൊക്കെ ഉള്ള 2 വീടായിട്ടാണ്.
അപ്പം സിന്ധു വീട്ടിൽ വന്ന് ഇങ്ങനെ ചെയ്യാവോ, എനിക്ക് എന്നെ ഒന്ന് സഹായിക്കാവോന്ന് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ചേച്ചിയുടെ ആ ചോദ്യമൊക്കെ. സിന്ധു ഞങ്ങളെ ഒന്ന് സഹായിക്കാവോ, സിന്ധു വീട്ടിൽ വന്ന് പണിയൊക്കെ ഒന്ന് ചെയ്തു തരാവോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേനും അമ്മ എൻ്റെ മുഖത്ത് നോക്കി. അമ്മയും ഞാനും പിള്ളേരും ഉള്ളൂ, പിന്നെ അനിയത്തി പിള്ളേരും എൻ്റെ കുഞ്ഞുങ്ങളും ഉള്ളൂ. എന്നിട്ട് ആ ചേട്ടൻ അന്നേരത്തെ തന്നെ എൻ്റെ മോനെ എടുത്ത് മടിയിലൊക്കെ വെച്ച് പുന്നാരിക്കുകയും കുഞ്ചിക്കുകയൊക്കെ ചെയ്യുവാണേ. മോളാണേലും ചേച്ചിയുടെ അടുത്ത് പറ്റിക്കൂടി നിൽക്കുക. എന്നിട്ട് അവർ കുഞ്ഞുങ്ങളെയും കുഞ്ചിക്കുകയും സ്നേഹിക്കുക. അപ്പോൾ എനിക്കും എൻ്റെ മനസ്സിലൊരു ഇഷ്ടമൊക്കെ തോന്നി കേട്ടോ. എന്നിട്ട് എന്തായാലും പണിയാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പിള്ളേരെ ചാച്ചൻ്റെ അടുത്താക്കിയിട്ട് ഇവരുടെ വീട്ടിൽ പണിയാൻ ചെല്ലുക. 2-3 പശു, 2-3 കിടാവ്, പിന്നെ വലിയ പറമാണ്ടൻ ഈ പണ്ടത്തെ 6 നിലയുള്ള ഒരു വീട്, തടിയാണ് ഭിത്തിയൊക്കെ. പിന്നെ പെങ്കൊച്ച് നല്ലൊരു കുഞ്ഞ്, ചെറുക്കൊച്ച് നല്ലൊരു കുഞ്ഞ്. അവർക്ക് രണ്ടിനും പഠിക്കാൻ പോകണം. ചേച്ചിയുടെ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു രാവിലെ ഇച്ചിരി നേരത്തെ വരാൻ പറ്റുമെങ്കിൽ വരണം, 7:30 ആകുമ്പോൾ വരാൻ പറ്റുമെങ്കിൽ വരണം. എന്നിട്ട് കാപ്പി തുടങ്ങി ഉണ്ടാക്കി എല്ലാം റെഡിയാക്കണം. അങ്ങനെ ഞാനൊരു 3-4 ദിവസം ഞാൻ പോയി പിള്ളേരെ ചാച്ചൻ്റെ അടുത്താക്കിയിട്ട്. അപ്പോഴത്തേനും കൊച്ചു പിന്നെ അമ്മു ഞാൻ വരുമ്പോഴത്തേനും മടുത്തിട്ടേ സങ്കടവും വിഷമവും ഒക്കെയാണ്, ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെയാണ്. എന്നിട്ട് പിന്നെ എനിക്കും ഇത് വരുന്നുണ്ട്, എനിക്കും വിഷമം വരുന്നുണ്ട്. എന്നെ ചെയ്യാനാ, കൊച്ചങ്ങ് തളരും. ഞാൻ വരുന്ന സമയത്തിന് പാല് കുടിക്കുന്നതല്ലേ. ഈ വീട്ടിൽ നിന്നതിന് ശേഷം കേട്ടോ ഞാൻ ഏറ്റുമാനൂർ പോയത്. അത് കഴിഞ്ഞാൽ ഹോം നേഴ്സിങ്ങിന് പോയത്. ഈ ആദ്യം പഠിക്കാൻ പോയത് ഇവരുടെ വീട്ടിലാണ്. ശരിയാ, 1 വർഷം രണ്ടം മരിച്ച് 1 വർഷമൊക്കെ കഴിഞ്ഞ് ഞാൻ കാഞ്ചാർ വീട്ടിൽ ഇവരുടെ നമ്മുടെ വീട്ടിലൊക്കെ ആയിട്ട് നിന്നപ്പോൾ അങ്ങനെ 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയുടെയൊക്കെ വീട്ടിലാണ് ഞാൻ ഫസ്റ്റ് ജോലിക്ക് പോയത്. അതെ അത് മറന്നുപോയി കേട്ടോ. തിരിഞ്ഞുപോയി, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ തിരിഞ്ഞുപോയി. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ ഹോം നേഴ്സിങ്ങിന് പോയത്. എന്നിട്ട് ഈ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് വന്നിട്ട് ഞാൻ പണി ചെയ്യും. കൊച്ചു പാല് കുടിക്കുന്ന കുഞ്ഞല്ലേ. ഞാൻ കയറി വരുമ്പോഴത്തേനും കൊച്ചു തളർന്ന് വാടി കുത്തിയിരിക്കും അമ്മു. എന്നിട്ട് എനിക്ക് സങ്കടവും വരും. അങ്ങനെയായി. പിന്നെ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഭയങ്കര പാടാ ചേച്ചി, കൊച്ചും മടുത്തു പോകാന്ന് പറഞ്ഞു. ഞാനും പണി ചെയ്ത് മടുക്കുമോ, നല്ല പണിയാന്നെയോ. ഒരു വീട്ടിലുള്ള പണി മൊത്തം പശു, അലക്കോ, പിറക്കോ, തൂത്തുവാരിച്ച എല്ലാം കൂടെ ആകുമ്പോഴത്തേനും മടുത്തു പോവാ. പിന്നെ ബാലൻസ് സമയമുണ്ടെങ്കിൽ പറമ്പിലും പണിയണം. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഭയങ്കര പാടാണ്, മടുപ്പാന്ന് പറഞ്ഞു. അതല്ല കുഞ്ഞുങ്ങൾക്ക് സങ്കടമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു എന്നാൽ സിന്ധു വരുമ്പം പിള്ളേരെ ഇങ്ങ് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിള്ളേരെയും കൊണ്ടുപോകാൻ തുടങ്ങി. 3.5-4 വയസ്സേ ഉള്ളൂ കൊച്ചിന്. മോന് അവക്ക് 2 വയസ്സായില്ലല്ലോ. 2 വയസ്സെങ്ങാണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇതുങ്ങളെ കൊണ്ട് പോകും. അങ്ങോട്ട് ഇറക്കമായതുകൊണ്ട് വലിയ പാടില്ല. പണി കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കയറ്റം കയറി. എല്ലാവർക്കും അറിയാം നമ്മുടെ ഇപ്പോഴത്തെ രാധമ്മ വീടിൻ്റെ അവിടുന്ന് പിന്നെ മുകളിലോട്ട് മണ്ട വരെ തറവാട് വീടിൻ്റെ അവിടെ വരെ കയറ്റം, അത് കഴിഞ്ഞ് ഒരു ഇറക്കാം. ഈ ഇച്ചിരി കുറേ കയറി കഴിയുമ്പോഴത്തേനും കുഞ്ഞിക്കാലല്ലേ അവനങ്ങ് മടുക്കും. കുറേ കയറി കഴിയുമ്പോൾ മടുത്തിട്ട് തിരിഞ്ഞ് നിന്നിട്ട് എൻ്റെ നൈറ്റിയെ പിടിച്ചുകൊണ്ട് എൻ്റെ കണ്ണിലോട്ട് നോക്കി അവിടെ നിൽക്കും. അമ്മ കാല് വേന എടുക്കും, അമ്മ കാല് വേന എടുക്കും അമ്മയെന്ന് പറയും. അപ്പോൾ ഇപ്പുറത്ത് അവനെ എടുക്കും. 2 എണ്ണത്തിനെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഈ കയറ്റം കയറും. അന്നേരം പപ്പാച്ചിയും മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പണിയാൻ പോകുന്ന വീട്ടിലെ ചേച്ചിയുടെ ചേട്ടനും ചേട്ടത്തിയുണ്ടേ. പപ്പാച്ചിയും മമ്മി നമ്മുടെ ആറ്റിയാൽ വീടിൻ്റെ തൊട്ടടുത്ത് അവരുടെ വീടിൻ്റെ അവിടെ വരുമ്പോഴത്തേനും വശം കിടും. പിന്നെ അവരുടെ വീട്ടിൽ കയറ്റി അവിടെ ഇച്ചിരി നേരം ഇരിക്കും ഞങ്ങൾ 3. അപ്പോഴത്തേനും മമ്മി ഞങ്ങൾക്ക് എന്തെങ്കിലും ചായയോ പഴവോ അവിടെ എന്തെങ്കിലും ഉള്ള സാധനമൊക്കെ ഞങ്ങൾക്ക് തരും. എല്ലാവരും മമ്മീന്നും പപ്പാച്ചിന്നും വിളിക്കുന്നത് കേട്ടോ. അവരൊക്കെയാണ് ഞങ്ങളെ ഒരു പരിധി വരെ സഹായിച്ചത്. എന്നിട്ട് പിന്നെയും കുറച്ച് നടക്കും അവൻ. അത് കഴിയുമ്പോൾ കാലുവേന എടുക്കുമെന്ന് പറയുമ്പോൾ എടുക്കും. 2 പേരെയും കൂടെ ചുമന്ന് അങ്ങനെ ഒരു 1-2 ആഴ്ച കണ്ടൊക്കെ ഞാൻ പോയി. അത് കഴിഞ്ഞത്തേനും എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര നടുവേനയും പറ്റുന്നില്ല, മടുത്തു പോവാ. ഇവരെന്ത് ചെയ്താൽ പിന്നെ അംഗൻവാടിയിലോട്ട് ചാച്ചൻ കൊണ്ടുവിട്ടാൽ പോത്തുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നെ ചെയ്യുന്നത് നിർത്തിയേക്കാന്ന് ഓർത്ത്. അന്നേരത്തിന് ആ ചേച്ചിയും ചേട്ടനോട് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും. ഇപ്പറേ ഒരു വീടായിട്ടും ഇവരുടെ താമസിക്കുന്ന ഒരു വീടായിട്ടും 2 വീടായിട്ടായിരുന്നു. അന്നേരം സിന്ധു ഒരു കാര്യം ചെയ്യുക, തുണിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ താമസിച്ചു. പിള്ളേരെ കൊണ്ട് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അവർക്ക് രാത്രിയിലത്തെ കൂടെ പണി അന്നേരം നടക്കും. പക്ഷേ അവരുടെ പണി മാത്രം ഉദ്ദേശമല്ല, എൻ്റെ ബുദ്ധിമുട്ടും കൂടെ ഓർത്തിട്ട് അവർ പറഞ്ഞേ. ലാസ്റ്റ് ഞാൻ അമ്മയോടും വീട്ടിലെല്ലാവരോടും പറഞ്ഞ് അവിടോട്ട് തുണിയായിട്ട് വന്നു. അവരുടെ വീട്ടിൽ വന്ന് താമസിക്കുക. അങ്ങനെ 1 വർഷം മിച്ചം ഞാൻ അവരുടെ വീട്ടിൽ താമസിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ മറന്ന് ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു വീട് അങ്ങോട്ട് അവർ എന്തിനോ വേണ്ടിയിട്ട് ഇടിച്ചു പൊളിച്ചു. ആ ഒരു ഭാഗം ഈ അറിയുന്നതിനുള്ള 2 അങ്ങനത്തെ ഒരു സൈസ് ഒരു വീടാണ്. അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഇപ്പുറത്തെ മുറി അങ്ങേ സൈഡിൽ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ചേട്ടനും ചേച്ചിയും ഞങ്ങൾ ഈ നടുക്കത്തേനത് അവിടുത്തെ പിള്ളേരും ഞാനും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കൊച്ചിനെ സ്കൂളിൽ വിടണ്ടേ. അങ്ങനെ മോനെ സ്കൂളിൽ ചേർത്തു.
മോനെ സ്കൂളിൽ ചേർത്തു, സെൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 30 ചേർത്തു. ഓട്ടോ വരും, ഓട്ടോയെ സമയത്ത് കയറ്റി വിടണം, അങ്ങനെയൊക്കെ. എന്നിട്ട് രാവിലെ വെളുപ്പിനെ എണീറ്റ് പെട്ടെന്ന് ചേച്ചി വെള്ളത്തിൽ ചെയ്യാത്ത പണികളൊക്കെ ചേച്ചി ചെയ്യും. വെള്ളത്തിൽ തൊടുന്നതാണ് ചേച്ചിക്ക് പ്രശ്നം. ബാക്കിയെല്ലാം ചെയ്യും. അരിഞ്ഞൊക്കെ വെച്ച് കൊടുത്താൽ ഉണ്ടാക്കുകയും വർക്കുകയൊക്കെ ചെയ്തോളൂ. അങ്ങനെ ദിവസം എയിലേ പോകുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ഓരോരോ ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കാം. എന്നിട്ട് പിന്നെ ഞാനവിടെ പണിയും കൂടെ അങ്ങനെ പറമ്പിൽ പണിയും എല്ലാം കൂടെ ആയി. ഓണിനുള്ളതായിട്ട് അവിടെ പറമ്പിൽ പണി, പശുവിന് പുല്ലിയത്തൊക്കെ. രാവിലെ പുല്ലിന് പോകും. വേനൽക്കാലമാണെങ്കിൽ പുല്ലില്ല. പുല്ലിന് പോയിട്ട് പിന്നെ ഞാനും മോളും വരും, എന്നിട്ട് അവിടുത്തെ കൊച്ച്. എന്നിട്ട് ഞങ്ങൾ പോയി ചെത്തിയിട്ട് ചുമന്നെടുത്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം നടുവും കുത്തി ഇടിച്ച് പൊത്തോ എന്ന് വീണിട്ടുണ്ടെന്നറിയോ. അത് കൊണ്ടുവന്ന് ഇട്ട് പിന്നെ വാരിയിട്ട് കൊടുക്കത്തേ ഉള്ളൂ. കുളിപ്പിക്കാനും പെറക്കാനും ഒന്നും ഞാൻ കയറത്തില്ല, എനിക്ക് പേടിയാണ്. പശുവിനെ അതൊക്കെ ആ ചേട്ടൻ ചെയ്യും. കറക്കാനും പെറക്കാനും ഒക്കെ അതൊക്കെ ചേട്ടൻ്റെ പരിപാടിയാണ്. എന്നിട്ട് അങ്ങനെ നിന്ന് എൻ്റെ കുഞ്ഞിനെ സ്കൂളിലൊക്കെ വിട്ടു. ഇവിടെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. ഒരു ദിവസം അവിടെ മുരിക്ക് വെട്ടാണേ. മുരിക്ക് കുറേ സ്ഥലമുണ്ടെന്നേ, അതും ഒരു ഏറ്റപ്പുറവാണ്. എന്നിട്ട് വേറെ ചേട്ടന്മാർ വന്ന് വെട്ടിയിടും. ഞാനത് വെട്ടിക്കോതി ചെറിയ കഷ്ണമാക്കണം. ഒരു ഇത്രച്ച് നീളമുള്ള കഷ്ണമാക്കണം. മുരിക്കാ നിറച്ച് മുള്ളലേ. എന്നിട്ട് പഴയ ചെരുപ്പെടുത്ത് കയ്യെ കയറ്റിയിടും. ഗ്ലൗസ് ഒന്നും ഇട്ടാലൊന്നും നിൽക്കുകയല്ല. പഴയ ചെരുപ്പെടുത്ത്, വള്ളിച്ചെരുപ്പ് കാരകൻ്റെ തേഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെരുപ്പെടുത്ത് ഇങ്ങനെ വളയുന്ന സൈസ് കട്ടി കുറഞ്ഞ ചെരുപ്പെടുത്തിട്ട് കയ്യെ കയറ്റും. എന്നിട്ട് ഇതും വെട്ടിയിട്ട് പ്ലാസ്റ്റിക് ചാക്കോ ചണച്ചാക്കോ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അതിലോട്ട് അടുക്കി വാരി വെക്കും. വാരി വെച്ചിട്ട് ഏറ്റവും മണ്ടേ തുടങ്ങി വെട്ടുന്ന ഏറ്റവും താഴെ ഒരു കുഴിയുണ്ട്, വേസ്റ്റ് കുഴി, അതിനകത്ത് കൊണ്ടിടണം. എൻ്റെ പൊന്നു മാതാവേ, എൻ്റെ കൈ ഇവിടെ എല്ലാം മുരിക്കുമുള്ളു കൊണ്ട് പൊട്ടി കീറി. ഈ കയ്യെ കൂടുതൽ പൊട്ടുന്നു. ഇങ്ങനെ വലിച്ചു വാരി വെക്കുന്ന പൊട്ടാൻ തുടങ്ങി. ഇങ്ങനെ മുള്ളു കൊണ്ടിട്ട് പൊട്ടും. എത്ര ചാക്കാണെന്ന് പറഞ്ഞാൽ അതിനിടയിൽ കൂടെ എല്ലാം മുള്ളു കൊള്ളും. ടീച്ചറെ, അതൊക്കെ ഇപ്പം എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ചാകണമെന്ന് വന്നിട്ടില്ല. ചാവുന്നവർക്ക് ചത്താൽ മതി അല്ലേ? മരിച്ചു ആളുടെ തന്നെ ഇപ്പം എന്നോട് പറയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. സുഖം, സുന്ദരം അല്ലേ? മരിക്കുന്നവർക്ക് മരിക്കാം, പക്ഷെ ജീവിച്ച് കാണിക്കാനാണ് പാട്. ശരിക്കും ജീവിക്കാനും മക്കളെ വളർത്താനും ആരുമില്ലാതെ ഇങ്ങനെ എന്നാ പറയുന്നത്, നടുകടലിൽ പെട്ട ഒരവസ്ഥയല്ലേ. എന്നിട്ട് അന്നേരം പോലും അങ്ങനെ ഒന്നും എനിക്ക് മരിക്കണമെന്ന് അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. എന്നിട്ട് ഒരു ദിവസമല്ല, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കാണും ഇവരുടെ പറമ്പിൽ ഈ പണിയൊക്കെ. ഈ മുരിക്ക് വെട്ടും ചുമടുമാണ് എനിക്ക് ഏറ്റവും ദുരിതം വന്നേക്കുന്ന പണികൾ. ബാക്കിയൊക്കെ ഞാൻ ഓടിച്ചാടി നടന്ന് ചെയ്യും, സർവത്ര പണിയും ചെയ്യും. എന്നിട്ട് മുരിക്ക് വെട്ടി എൻ്റെ കൈ മൊത്തം പൊട്ടിയിരിക്കുക. അപ്പം ഞാൻ ഇറങ്ങി വരും. അപ്പോൾ അവിടുത്തെ ചേച്ചി എൻ്റെ മോനോട് പറയാം, മമ്മി കുളിപ്പിക്കാം മോനെ, മമ്മി ഓസ് വെച്ച് ഇങ്ങനെ പിടിച്ചു തരാം, മോൻ തേച്ച് കഴിയാൽ മതി, മമ്മി കുളിപ്പിക്കാം. അമ്മയുടെ കൈ മൊത്തം മുറിഞ്ഞിരിക്കുക മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവനെ ഇല്ല, എന്നെ എൻ്റെ അമ്മ കുളിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പിന്നെയും ചേച്ചി സോപ്പിട്ട് സ്നേഹത്തോടെ വിളിക്കുക. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ രണ്ടും പറയുന്നുണ്ട്, ഞാൻ കുളിപ്പിക്കാം വാപ്പൂസേന്ന്. ഇവൻ ചെല്ലിയല്ല. ലാസ്റ്റ് ചേച്ചി പറഞ്ഞു, കയറി നിന്നേടാ കല്ലേൽ, ഞാൻ കുളിപ്പിച്ചോളാന്ന് പറഞ്ഞു. പോഴും മൈരേന്ന്. അപ്പോൾ ഞാനത് കേട്ടോട്ടെ ഇറങ്ങി വരുന്നത്. അതുവരെ ഒരു ചീത്തവാക്ക് പറയുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഇവൻ ഇതങ്ങ് പറഞ്ഞു ഇവ ചേച്ചിക്ക് വയ്യടാന്നായിപ്പോയി. പിന്നെ ഞാൻ കേട്ടോണ്ടും വരുക. ഞാൻ ഒട്ടും പഠിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ ഒരു കാന്താരി ചീനി നിറച്ച് മുളകും പഴുത്തതും പച്ചയൊക്കെ തിന്നായിരുന്നു. ഒരു പഴുത്തത് ഇങ്ങ് പറിച്ചിട്ട് നാക്കിലോട്ട് തേച്ചങ്ങ് കൊടുത്തു. എന്നാ മമ്മിയെ വിളിച്ചെന്ന് ചോദിച്ചു. മേലിൽ വിളിച്ചേക്കല്ലെന്ന് പറഞ്ഞു. തുപ്പിയോലിപ്പിച്ച് ചങ്കെല്ലാം പുകഞ്ഞ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അപ്പം കണ്ണി തേച്ചു അമ്മ വായി തേച്ചു എന്ന്. എന്തായാലും തുപ്പി ഒലിപ്പിച്ച് ഇവിടെ ചുമന്നതല്ലേ, വെളുത്തല്ലേ ഇരുന്നേ, ഇവിടെ എല്ലാം കൂടെ ചുമന്ന്. ഉടനെ ആ ചേട്ടൻ ഇവൻ്റെ കാർച്ച കേട്ടോണ്ട് പറമ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ അടിയല്ലാതെ എല്ലാം തന്നു. ചേട്ടനും ചേച്ചി എന്നിട്ട് പറഞ്ഞു, കുഞ്ഞല്ലേ അതിനെ അറിയത്തില്ലാതെ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഞാൻ അത് ചെയ്തതുകൊണ്ട് ഇന്ന് വരെ പിന്നെ ഞാൻ ഒരു കുഞ്ഞിത്തറി പോലും ആരെയും പറയുന്നത് ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ കേൾക്കാതെ കാണാതെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ചെവിക്ക് കേട്ടിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ഞാനും അത് കഴിഞ്ഞ് ഈ പുല്ലിയെത്തും, പശുവിന് പുല്ലിയത്തെ പണി എനിക്ക് ഭയങ്കര പണി കൂടുതലായി. പണിയെന്ന് വെച്ചാൽ പണിയാണ്. പുല്ലി എത്തുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ വായിൽ കൂടെ ബ്ലഡ് വരും. കുനിഞ്ഞ് ഞാൻ മിറ്റം തൂക്കുക, തുണി അലക്കുക, കുനിഞ്ഞെടുത്ത് എന്തെങ്കിലും ചെയ്താൽ അന്നേരം ഈ എൻ്റെ വായിൽ കൂടെ പിന്നെ ബ്ലഡ് വരും. അപ്പോൾ കുറേ ഇഞ്ചി ഉണ്ട് അവർക്ക്. അത് പറിച്ചിട്ടിട്ട് ചിരണ്ടുവാ ചുക്കാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചിരണ്ടി ഇട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ചിരണ്ടി ഇട്ടത് കുനിഞ്ഞ് വാരി കൊട്ടയ്ക്കകത്തിട്ടിട്ട് ഫ്രണ്ടിൽ മുറ്റത്ത് പരമ്പെ കൊണ്ടുവരണം. അങ്ങനെ വാരിയപ്പോഴത്തേനും ചോര വരുമോ ഭയങ്കരമായിട്ട് വായിന്ന്.
എൻ്റെ മോനെ ഇവിടുത്തെ ആശുപത്രി കൊണ്ടുപോയി പെട്ടെന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കാഞ്ചിയാറമ്മ കേട്ടോ എൻ്റെ കൂടെ മെഡിക്കൽ കോളേജിന് വന്നേ. കോട്ടയത്ത് നിന്ന് കഴിഞ്ഞാൽ ചേച്ചിയും ചേട്ടനും ഉണ്ടല്ലോ. അങ്ങനെ കാഞ്ചിയാറമ്മ എന്നെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ ചെന്ന് കോട്ടയത്ത് വീട്ടിൽ കൊണ്ടുപോയിരുന്നു ശാന്തപൂച്ചിട്ടോടെ. പിന്നെ ചേച്ചിയും ചേട്ടനോട് എന്നെ അവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 6-7 ഡോക്ടർമാർ പരിശോധിച്ച് പിറക്കി എന്തുകൊണ്ടൊക്കെ ചെയ്ത് എന്നാണ്ട് സാധനമൊക്കെ ട്യൂബുമാരിയൊക്കെ വയറിനകത്തോട്ടൊക്കെ ഇറക്കി എന്നോടെല്ലാം പരിശോധിച്ച് പിറക്കി എന്നാണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാണോ ഈ ചതയിടിയും കൊണ്ട് തന്നെയാണോ എന്നതാണോ. എന്നിട്ട് പിന്നെ ഒരു 5-6 മാസത്തേനും മരുന്ന് തന്നു. പിന്നെ എന്നാ പറഞ്ഞാലും എൻ്റെ ചേച്ചിയും ചേട്ടനും കേട്ടോ വാക്കുടഞ്ഞാനും ചേച്ചി കൊണ്ട് നടന്ന് ഞാൻ പിന്നെ ആയപ്പോൾ ഞാൻ തന്നെ ബസ്സിന് കയറി ചേച്ചി ചേട്ടനും ആരെങ്കിലും ഒരാൾ സ്റ്റാൻഡിൽ വന്ന് നിൽക്കും. എന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് പിറ്റേ ദിവസം ആശുപത്രിയിൽ കൊണ്ടുപോകും. അന്നേരം ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഈ ചേച്ചിയുടെയും ചേട്ടൻ്റെ അടുത്ത് വരിക്കാനിക്കാരുടെ വീട്ടിൽ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ കുറേ നാൾ ഞാൻ മരുന്ന് കഴിച്ചു. സത്യം എന്നാന്നറിയത്തില്ല. ഏതായാലും അത് പാടെ മാറിപ്പോയി കേട്ടോ. അവരെല്ലാം ഈ നേർച്ചയും കാഴ്ച ആര്യത്രപ്പള്ളി 3 തവണ കൊണ്ടുപോയേക്കാവേ. ചേച്ചി നേർന്ന ആര്യത്രപ്പള്ളി 3 തവണ സിന്ധുവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നേക്കാവേ. വേറുള്ള അസുഖങ്ങളൊന്നും ആയിരിക്കരുതെന്നൊക്കെ. ഈ ബ്ലഡല്ലേ വൈന്ന് വരുന്നേ. അപ്പോൾ അങ്ങനെ എന്തായാലും അത് പിന്നെ പൂർണ്ണമായിട്ട് മാറിപ്പോയി. ഒരു 5-6 തവണ മെഡിക്കൽ കോളേജിൽ പോയി മരുന്ന് മേടിച്ചു. അത് പൂർണ്ണമായിട്ട് മാറിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വിടുക. രാവിലെ ഇതെന്ത് ചെയ്യുക, തീറ്റ തിന്നിയല്ല, ഒരു സാധനം തിന്നത്തില്ലായിരുന്നു. അവൾ എന്നതെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ചു തിന്നും. ഇവൻ തിന്നിയല്ല. ലാസ്റ്റ് എന്നെ ചെയ്തു, ഞാൻ ദോശ ചുട്ടു കൊടുക്കുവാണേ. അപ്പോൾ ചുട്ടു കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൻ ആദ്യം കൊടുത്തത് അമ്മുവിന് ഇഷ്ടപ്പെട്ടില്ല. അമ്മു എന്നെ ചെയ്തു, അവൻ്റെ അടുത്തിരിക്കുമല്ലേ, നേരെ അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അവൻ്റെ ചങ്കിനിട്ട് ഒരു ഒറ്റ ഇടി അപ്പൂൻ്റെ. അപ്പോഴത്തേനും എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ എന്നെ ചെയ്തു, അവർ പള്ളിയിൽ പോയിക്കുവായിരുന്നു. ചേച്ചിയും ചേട്ടനും പിള്ളേരൂടെ പള്ളിയിൽ പോയിക്കുവാ. അവർ ക്രിസ്ത്യാനികളാണ്. അന്നേരത്തിന് ഞാൻ ഇത് ആ ചട്ടുകം ചൂടായിട്ടിരിക്കുമായിരുന്നു. അവളുടെ കൈയുടെ പുറത്തോട്ടങ്ങ് വെച്ചു കൊടുത്ത് ഇത്രയും ഭാഗം പൊള്ളി ചുമന്നിങ്ങി വന്നു. സത്യമായിട്ട് ഇതൊക്കെ ഞാൻ ചെയ്തതാ, ദൈവത്താണ് അതെ. പൊള്ളി ചുമന്നിങ്ങി വന്നു. മേലിൽ ചേട്ടാ എൻ്റെ ദേഹത്ത് തൊട്ട് പോയേക്കല്ലെന്നാണ്. അവന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ടല്ലേ അവനാ ഫസ്റ്റ് അമ്മ കൊടുത്തത്. മോന് തരിയല്ലേ, പിന്നെ എന്തിനാ ഇതെന്ന് ചോദിച്ചു. എന്നിട്ട് അന്നും ഇതേ പോണൊക്കെ ചേച്ചിയും ചേട്ടനും ആ കുഞ്ഞുങ്ങളും എന്നെ തല്ലി കൊല്ലുന്ന മാതിരിയായി വഴക്ക് പറഞ്ഞു. അത്രയും മാത്രം വഴക്ക് പറഞ്ഞു. കാരണം ഞാൻ മടുത്തു പോവാ. എൻ്റെ അവസ്ഥ വേറൊരവസ്ഥയാണ്. ഒരു മനസ്സമാധാനം ഉണ്ടോ ജീവിതത്തിൽ? എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടോ, ഒരു സുഖമുണ്ടോ? ഒന്നുമില്ല. അപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല ചില സമയങ്ങളിൽ ദേഷ്യം വരുമ്പോൾ. അങ്ങനെ 2 പേർക്കിട്ട് ഒരു പ്രാവശ്യം അവൻ്റെ കാന്താരി തേച്ചു, അവളുടെ കയ്യെ ഇത് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം വന്നിരുന്നു ഇതേപോലെ തന്നെ. അതും ആ മുരിക്ക് വെട്ടുന്ന സമയത്താണ്. കുളി കഴിഞ്ഞ് ഞാൻ കുളിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ദേഹം മൊത്തം നീറി പുകയുവായി. അസ്വസ്ഥതയെന്ന് വെച്ചാൽ പുകയുവാ. എന്നിട്ട് ഞാൻ ഇവനെ പഠിപ്പിക്കുക. ഈ 4 ലൈൻ ബുക്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് ചെല്ലണം സ്പെല്ലിങ്, ഓരോ ആനിമൽസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ അങ്ങനെ എഴുതിപ്പിക്കുക. അപ്പം ELEPHEND അങ്ങനെ എലഫൻറ്റിൻ്റെ സ്പെല്ലിങ് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് ഏതോ ഒരു അക്ഷരം ഈയോ ഏതോ എന്നോ എന്തോ പറയല പറഞ്ഞ് സൈ കിട്ടും. അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പെൻസിൽ എൻ്റെ കയ്യിൽ ഇരിക്കുമല്ലേ, എൻ്റെ ഈ പെൻസിൽ ഇരിക്കുമായിരുന്നു. അത് വെച്ചൊരു കുത്തു വെച്ച് കൊടുത്ത് ഇവിടെ എങ്ങാണ്ട് ഇച്ചിരി പൂറിപ്പോയി. എന്നിട്ട് ഞാൻ ഇതൊക്കെ കാണിച്ചിട്ട് ഞാൻ പിന്നെ ഇതുങ്ങൾ ഉറങ്ങുമ്പോൾ പോയി കാക്കിലിരുന്ന് തച്ചിലിരുന്ന് കുത്തിയിരുന്ന് കാറും. എന്നിട്ട് ചേച്ചി ചേട്ടനും അന്നും എന്നെ ഒത്തിരി പാട് വഴക്ക് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യല്ലേ, അത് കുഞ്ഞുങ്ങളല്ലേ, അത് കഴിഞ്ഞ് പിന്നെ എന്നെ പഠിപ്പിക്കാനായിട്ട് വേണ്ട, സിന്ധു പഠിപ്പിക്കണ്ടേ, ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്ന് പറയായിരുന്നു. പക്ഷെ അങ്ങനൊന്നുമല്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. കുഞ്ഞിലെ തന്നെ അടിസ്ഥാനം കൊടുത്തു, ഒരു തറവ് കൊടുത്തു. ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടു. ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണമെങ്കിൽ അന്നത്തെ കാലത്ത് പിന്നെ 400 350 അങ്ങോട്ടായിരുന്നു ഫീസ് മാത്രം. ഓട്ടോ കാശ് വേറെ, പിന്നെ ബുക്കും പുസ്തകവും യൂണിഫോമിനൊക്കെ വേറെ. അങ്ങനെയൊക്കെ കൂടെ അത്രയും നല്ല സ്റ്റാൻഡേർഡായിട്ട് എനിക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു. ഞാൻ ഈ മുതലാളിമാരുടെ അമ്മ പണിയാൻ പോകുന്ന വീട്ടിലെ പിള്ളേരുടെയൊക്കെ ബാഗും ചുമന്ന് സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു ടൈയും ബാഡ്ജും നെയിം ബോർഡും ഒക്കെ വെച്ച് നല്ല ഷൂവും സോക്സും ഒക്കെ ഇട്ട് നല്ല യൂണിഫോം ഒക്കെ ഇട്ട് എൻ്റെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നതാണ് എനിക്ക് ആഗ്രഹമായിരുന്നു. എനിക്കില്ലാത്തതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് എനിക്ക് വാശിയായിരുന്നു, എന്നോട് തന്നെ ഒരു വാശി. എന്നിട്ട് അങ്ങനെ തന്നെ ഞാൻ വിട്ടു. നല്ല രീതിയിൽ LKG UKG വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവളെയും കൂടെ വിടാൻ സമയമായി. അപ്പോഴത്തേനും എനിക്ക് 2 പേർക്കൂടെ ഫീസ് കൊടുക്കാൻ പഠിപ്പിക്കാനുള്ള നിർവാഹമില്ലാണ്ടായി. അങ്ങനെ അവനെ OMLPയിലോട്ടോ 1-ാം ക്ലാസ്സിലോട്ട് മാറ്റി. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഉപ്പാര OMLPയിലോട്ട് 1-ാം ക്ലാസ്സിലേക്ക് മാറ്റി. എന്നിട്ട് അപ്പോഴത്തേനും ഇവർ ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ വായിക്കുകയും പറഞ്ഞു. അക്ഷരങ്ങളെല്ലാം ഫുള്ളായിട്ട് നന്നായിട്ട് പഠിച്ചു. നല്ല തറവായി കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവളെ തൊട്ടടുത്ത് അംഗൻവാടിയിലും വിട്ടു. എന്നെ പഠിപ്പിച്ച ലീലാമ്മ ടീച്ചറിൻ്റെ അടുത്ത് ഇവളെ അംഗൻവാടിയിലും വിട്ടു. എന്നിട്ട് ഇവളെന്ത് ചെയ്താൽ ഇരിക്കുകയല്ല ക്ലാസ്സിൽ.
എനിക്ക് എൻ്റെ ചേട്ടായി മോനെ എന്നായിരുന്നു അവനെ വിളിക്കുന്നത്. എൻ്റെ ചേട്ടായി മോൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് 1ാം ക്ലാസ്സിൽ പോയിരിക്കും. അയ്യോ ഇപ്പോഴും റീന ടീച്ചറൊക്കെ പറയും എൻ്റെ പൊന്നേ ഇവർ എന്നാ സ്നേഹമായിരുന്നു രണ്ടെണ്ണം കൂടെ എന്ന് അറിയാമോന്ന്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇവനോട് ടീച്ചർ പറയും മോനെ എന്നാൽ പോയി ഇച്ചിരി നേരം അംഗൻവാടി പോയിരിക്കാൻ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഭയങ്കര കൂടപ്പുറപ്പ് സ്നേഹവും നല്ല കുഞ്ഞുങ്ങളുമായിരുന്നു. ശാസിക്കേണ്ടവർക്ക് ശാസിക്കും, അടിക്കേണ്ടവർക്ക് അടിക്കും, സ്നേഹിക്കേണ്ടവർക്ക് സ്നേഹിക്കുക. അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന കുഞ്ഞിലേ മുതൽ ഒരു പ്ലാവല എടുക്കാറായപ്പം മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ കഴിക്കുന്ന പാത്രം കഴുകി വെക്കണം. കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയല്ല. പിന്നെ ബുക്കും പെൻസിലും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. പിന്നെ ആരെങ്കിലും ഒരു സാധനം ചോദിച്ചാൽ കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു. ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുങ്ങൾ എൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു വെക്കുമായിരുന്നു, ഇച്ചിരി അറിവായപ്പം. എന്നിട്ട് അങ്ങനെ ആയി. പിന്നെ എന്നാ പറയുന്നത്, സ്കൂളിൽ അവനെ അങ്ങനെയൊക്കെ വിട്ടു. അതിനിടയ്ക്ക് ഇവളിങ്ങനെ പാല് കൂടിയൊന്നും നിർത്തിയിട്ടില്ലായിരുന്നല്ലോ. ഒരു ഞാനോ മെലിഞ്ഞ് ഉണങ്ങി എൻ്റെ ആ ഫോട്ടോയൊക്കെ കണ്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും. അതേപോണക്കത്തെയാണ് കഴുത്തല്ല. ഇവിടെയൊക്കെ 2 കുടം വെള്ളം കൊള്ളാം. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് മെലിഞ്ഞാൽ കൊള്ളാം. അത് പക്ഷെ പറ്റുന്നില്ല കേട്ടോ. മെലിഞ്ഞ് തൊലിഞ്ഞ് അസ്ഥി കൂടെ ഉള്ളൂ. ആരും കണ്ട അത്രയും ഒരു അസ്ഥിമഞ്ജരം. എന്നിട്ട് പിന്നെ അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു എൻ്റെ പൊന്നു കൊച്ചേ ഇനി ഇവർക്ക് പാൽ കൊടുക്കണ്ട, ഇനി ഇവർക്ക് എന്നേലും തീറ്റയൊക്കെ കൊടുക്കാം, പാലുകൂടി നിർത്താമെന്നും പറഞ്ഞുകൊണ്ട് പാലുകൂടി നിർത്താനായിട്ട് ചേച്ചി ഉണ്ടോ പാലുകൂടി നിർത്താമെന്ന്. അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയും പറഞ്ഞു എന്നാൽ ശരി പാലുകൂടി നിർത്താമെന്ന് പറഞ്ഞു. നിർത്തിക്കോ, ഇനി 2-2.5 വയസ്സായില്ലേ, അവനും 2.5 വയസ്സ് വരെ കൊടുത്തല്ലോ, അത്രയും കണ്ട് കൊടുത്തല്ലോ, ഇനി ഇവക്കും അത്രയും കൊടുത്തേച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചുമ്മാ പഴം തിന്നുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, പഴത്തിന് ഇങ്ങനെ ഒരു നൂല് വരത്തില്ലേ, അത് ചുമ്മാ ഇങ്ങനെ നിപ്പിളയിലെടുത്ത് ഇങ്ങനെ വെച്ചേ. എന്നിട്ട് ഇവള് വന്ന് പാപ്പം തന്നു പറഞ്ഞപ്പോൾ ഇതേ പൂജുവാന്ന് പറഞ്ഞു. പിന്നെ അവിടെ തൊട്ടിട്ടേ ഇല്ല, പാലിലും കരഞ്ഞിട്ടില്ല, കൂവിയിട്ടും ഇല്ല. ഞാൻ പപ്പാടേയും മമ്മിയുടെയും കൂടെ ഉറങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പോയി രാത്രി കിടന്ന് ഉറങ്ങുകയും ചെയ്തോളും. ഒരു ശല്യം ഉണ്ടായിട്ടില്ല, പാൽ കുടിക്കാനൊന്നും പിന്നെ ശല്യത്തിന് വഴക്കിനൊന്നും മതിയില്ല. അങ്ങനെ പാലുകൂടിയൊക്കെ നിർത്തി. അത് കഴിഞ്ഞ് ആണ് ഞാൻ ഈ ഹോം നേഴ്സിങ്ങിന് പോകുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ നിന്ന് പണിയുന്നതിന് എനിക്ക് 40 രൂപയാണ് കിട്ടുന്നത്. നല്ല മനുഷ്യരാണ് ചേച്ചിയും ചേട്ടനും പിള്ളേരും ഒക്കെ നല്ല മനുഷ്യരാണ്. പക്ഷേ ഊടുപാട് പണിയുണ്ട് എനിക്ക്. അതുങ്ങളെ കുറ്റം പറയല്ല കേട്ടോ, ഞാൻ എന്നെ ആപത്തിൽ രക്ഷിച്ചതാണ്. അതുങ്ങൾ കുറ്റം പറയല്ല, നല്ല പണിയുണ്ട്. പിന്നെ ഞാൻ ചേച്ചിയുടെ കൈയുടെയൊക്കെ പൂർണ്ണമായിട്ട് മാറി, ചേച്ചി എല്ലാം ചെയ്യാൻ തുടങ്ങി, ഓക്കെ ആയി. അപ്പം പിന്നെ എൻ്റെ മനസ്സിലുണ്ട് എങ്ങനെയെങ്കിലും പിന്നെ ഒരു പണി ചെയ്ത് ജീവിക്കണം, എങ്ങനെയെങ്കിലും ഇതാവണം, എനിക്ക് എങ്ങനെയെങ്കിലും ആ വീട് റെഡിയാക്കണം, കഥമൊക്കെ ഉള്ളൊരു വീടാക്കിയെടുക്കണം. ആ വീടിനകത്തോട്ട് പോകാനും പേടി, പക്ഷെ അത് ഇടിച്ചു പൊളിച്ച് കണ്ടിട്ടാണ് ഒരു വീട് വേണം. ഇതൊക്കെയായി എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ. അങ്ങനെയാണ് ഈ 40 രൂപ വെച്ച് കിട്ടുന്നത്. ഞാൻ പൈസ മേടിക്കത്തില്ല, കാരണം ചിലവ് ഞങ്ങളുടെ 3 പേരും ചിലവ് കാര്യങ്ങൾ അവിടെ നടന്നു പോകും. പിന്നെ ചാച്ചനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് കാഞ്ചേറിയാച്ചനും അമ്മയും എൻ്റെ കൂടപ്പുറപ്പുകളും എല്ലാം തുണിയും സാധനങ്ങളും എല്ലാം കൊടുക്കുന്നതുകൊണ്ട് ഞാൻ തുണിയും അങ്ങനെ ഒന്നും മേടിക്കണ്ട. പിന്നെ ഈ സ്കൂളിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൂ. അങ്ങനെ ഈ 40 രൂപ വെച്ചാണ്ട് സൂക്ഷിച്ച് വെച്ച് കിട്ടുന്ന ഞാൻ കൊണ്ടുപോയി ബാങ്കിലിടും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഉമ്മി തിന്ന് മണി തേടണം. നമ്മളൊരു 10 പൈസ കിട്ടുമ്പോൾ അതിലൂടെ 10 പൈസയും കൂടെ വെച്ചാലേ അത് കൂടി വരത്തുള്ളൂ. അല്ലാണ്ട് നമ്മളത് എപ്പോഴും ചിലവാക്കിക്കൊണ്ടിരുന്ന കുന്നാകത്തില്ല, ഇടിഞ്ഞു പോകത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ എന്നിട്ട് പിന്നെ ബാങ്കിൽ കൊണ്ടിടും. 40 ഉള്ളൂ, 100 ഉള്ളൂ, 50 ഉള്ളൂ എന്നൊന്നും നോക്കത്തില്ല. എൻ്റെ കൈ കിട്ടുന്നത് ഞാൻ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അങ്ങനെ ഒരു ഇച്ചിരി പൈസയായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഹോം നേഴ്സിങ്ങിന് പോകുന്നത്. അങ്ങനെ അവിടെയും പോയി 1 വർഷത്തോളം കണ്ട് നിന്ന എൻ്റെ ഒരു ഓർമ്മ എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ അവിടെ പോയി നിന്നു. അവിടെ അന്ന് 3500 3000 അങ്ങനെ എന്നാണ്ടായിരുന്നു ശമ്പളം. എന്തായാലും അവിടുന്ന് കുറച്ച് എന്നാ പറയുന്നത് 10-15,000 രൂപ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഞങ്ങളുടെ ചിലവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10-15,000 രൂപ ഉണ്ടാക്കാൻ പറ്റി. അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരോടും പറഞ്ഞു എൻ്റെ കയ്യിൽ ഇത്രയും പൈസയുണ്ട്, എനിക്കൊരു കുഞ്ഞു വീട് എങ്ങനെയും പണിയണമെന്ന്. അങ്ങനെ പഞ്ചായത്തിൻ്റെ ഗ്രാമസഭ വന്നു. ഗ്രാമസഭ വന്നപ്പോഴത്തേനും ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ വെച്ചു, വിധവയെന്നും പറഞ്ഞുകൊണ്ടുള്ള ഇതിൽ അപേക്ഷ വെച്ചു. അപ്പം നമ്മുടെ ഇന്ദിരാമ ഇല്ലേ പാട്ടൊക്കെ പറഞ്ഞത്, ഇന്ദിരാമ ബ്ലോക്ക് പ്രസിഡൻറ്റോ മെമ്പറോ എന്നാണ്ട ഇന്ദിരാമ. അപ്പം എനിക്ക് വീട് ഇന്ദിരാമ പാസ്സാക്കി. അങ്ങനെ വീട് കിട്ടി. വെറും 22,000 രൂപയാണ് വീടിനന്ന് കിട്ടിയേക്കുന്നത്. എന്നിട്ട് ആ പൈസയും ഞാൻ ആ സൂക്ഷിച്ച പൈസയും പിന്നെ ഞാൻ ഈ പണിത വീട്ടിലെ ആ ചേട്ടൻ ചേച്ചിയില്ല, അവർ ഒത്തിരി സഹായിച്ചു, വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അതേപോലെ പണി ചെയ്ത്, പൈസയും കൊണ്ടല്ല പണി ചെയ്ത്, ഒരു കുത്തിറക്കപ്പുറമായിരുന്നു. നമ്മുടെ വീട് എല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞു, ആ പഴയ വീടൊക്കെ ഇടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തിറക്കുക. എൻ്റെ പൊന്നെ മണ്ണ് വെട്ടിയിട്ട് ഇങ്ങനെ വലിക്കണം. ചാക്ക് പണിക്കാരെ നിർത്തി ചെയ്യിപ്പിക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ.
എന്നിട്ട് എൻ്റെ കൂടപ്പുറപ്പുകളും രാജേട്ടനും മണ്ണ് വെട്ടിത്തരും. എൻ്റെ സുരേഷ് ചേട്ടായിയും ഒക്കെ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ, അമ്മാൻ്റെ മോനൊക്കെ, സത്യം. എന്നിട്ട് മണ്ണ് വെട്ടിത്തരും പ്ലാസ്റ്റിക് ചാക്കയിലോട്ട് കയറ്റി. എന്നിട്ട് ഞാനും ചേച്ചിയും കൂടെ വലിച്ചുകൊണ്ട് കൊണ്ട് ഈ താഴോട്ട് കൊണ്ടു. എൻ്റെ പിന്നെ എൻ്റെ ചേച്ചിയാണ് അമേരിക്കുട്ടി ചേച്ചി, പറയാതിരിക്കാൻ മേല ഒത്തിരി പാടുപെട്ടു. അങ്ങനെ ഒരാളെ വെച്ച് ഒരു മേശിരിയെ മാത്രമായിട്ട് നിർത്തി ഞങ്ങൾ ബാക്കിയുള്ള പണിയെല്ലാം ചെയ്തു കൊടുത്ത് ഞങ്ങൾ വീട് പണി തുടങ്ങി. അപ്പോൾ കാഞ്ചിയാറി ഹാസൻ ഈ പറഞ്ഞ കണക്ക് വന്ന് നിന്ന് പണി ചെയ്ത് തരാനൊന്നും ചാച്ചനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ചാച്ചൻ തോമസ് കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേട്ടനെ 10-12 ദിവസം കണ്ട് ഒരു ചേട്ടനെ പണിക്ക് വിട്ടു തന്നു. ആ ചേട്ടനും വരും. അങ്ങനെ പണി ചെയ്ത് 2 കുഞ്ഞു മുറിയും 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കളയും ഒരു വർക്ക് ഏരിയയും ഒരു ബാത്റൂമും ഒരു സിറ്റൗട്ടും കൂടെ ഉള്ള ഒരു കുഞ്ഞു വീട് കൊടുക്കും. ആ കുഞ്ഞു വീട്ടിലോട്ട് ഞാനും എൻ്റെ മക്കളും എൻ്റെ ചാച്ചനും കൂടെ താമസം തുടങ്ങി. അങ്ങനെ ഇതൊക്കെ ഈ പറയുമ്പോഴേ എത്ര നിസ്സാരമായിട്ട് കഴിഞ്ഞു. ഇത്രയൊക്കെ ഒന്ന് ആക്കിയെടുക്കണമെങ്കിലുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ഒരു ചാട്ടത്തിന് ദേഷ്യപ്പെട്ട് മരിക്കുന്നവർക്ക് മരിക്കാം, ബാക്കി ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കണേലുണ്ടല്ലോ ചോര നീരാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് സാധനമൊന്നും വരത്തില്ല. താഴെ കട്ടയൊക്കെ കൊണ്ട് ഇറക്കും. 2 കട്ട കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചുമന്ന ആ കട്ടയല്ല ഫുള്ള് ചുമന്ന് കരക്കറ്റി മണ്ണല്ല, ഇപ്പോഴത്തെ മാതിരി പാറപ്പൊടിയല്ല, മണൽ അതേപോലെ തന്നെ കൊട്ടയ്ക്കകത്ത് വാരി എനിക്ക് കുനിഞ്ഞിട്ട് പിടിച്ചു തരാൻ ആരുമില്ല, എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു തിട്ട മാതിരി ഉണ്ട് ആനത്താനക്കാരുടെ അവിടെ. ആ തിട്ടയിൽ കൊട്ട കയറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് അങ്ങോട്ട് മണ്ണ് വാരിയിടും. എന്നിട്ട് തല അതിൻ്റെ കീഴോട്ട് വെച്ചിട്ട് എടുക്കും. അപ്പോഴൊക്കെ നമ്മുടെ നടുവും പുറവും വേദന എടുക്കും. പക്ഷേ അത്രയും കഷ്ടപ്പെട്ട് അങ്ങനെ പാടുപെട്ട് ഒരു കുഞ്ഞു വീട്, അതൊരു സ്വർഗം തന്നെയായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ചാച്ചനോട് താമസം തുടങ്ങി. പിന്നെ എൻ്റെ മക്കൾ സ്കൂളിലൊക്കെ പോകാൻ നല്ല ഉഷാറായി, ഒരു കുഴപ്പമില്ല. രാവിലെ 2 പേരും കൂടെ പണിക്ക് പോകും, അല്ല സ്കൂളിൽ പോവും, ഞാൻ പണിക്ക് പോവും, ചാച്ചൻ വീട്ടിലിരിക്കും. അങ്ങനെ ചാച്ചന് പണിയാനൊന്നും പറ്റിയില്ല. പക്ഷേ ഞങ്ങൾക്ക് അന്തിക്കൂട്ടും. ഞാൻ വരുമ്പോഴത്തേനും ചാച്ചൻ കഞ്ഞിക്ക് വെള്ളം വെക്കും. അങ്ങനെ ചാച്ചനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചാച്ചൻ ചെയ്തു തരും. അപ്പം ഞാൻ വന്നിട്ട് കുഞ്ഞുങ്ങളെ ആറ്റിക്കൊണ്ടുപോയി ഞാനും കുഞ്ഞുങ്ങളോട് കുളിച്ചിട്ട് കയറി വരും. ഞാൻ വരുമ്പോഴത്തേനും ഒരാൾ പെര തൂത്തണമെന്ന് എൻ്റെ ഓർഡർ, ഒരാൾ മുറ്റം തൂത്തണം. പിന്നെ വരുന്ന ഉടനെ വിറക് ഒടിച്ചടുപ്പിൻ്റെ കീഴെ കൊണ്ട് വെക്കണം. പിന്നെ കുളിക്കാനായിട്ട് ഇടാനുള്ള ഡ്രസ്സ് 2 പേർക്കും വേസ്റ്റ് ബോർഡ് വെട്ടിയിട്ട് ഓരോ പെട്ടി മേടിച്ച് വെച്ചേക്കുക. അലമാരി ഒരെണ്ണമുണ്ട്, അതിനകത്ത് നല്ല ഡ്രസ്സ്, പിന്നെ വേസ്റ്റ് ബോർഡ് വെട്ടിയിട്ട് ഓരോ പെട്ടി മേടിച്ച് വെച്ചേക്കുക. 2 പേരും നേറ്റി ഡ്രസ്സ് അതിനകത്താണ്. അവരവരുടെ ഉടുപ്പും നിക്കറും എടുത്തോണം, അവരവരുടെ തോർത്തെടുത്തോണം. എല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിരുന്നു, എല്ലാ സാധനങ്ങളും അവരവരുടെ തോർത്തെടുത്തോണം. ഞാൻ വരുമ്പോഴത്തേനും എല്ലാം റെഡി ആയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കും. എന്നിട്ട് ആറ്റിൽ പോവും. 2 പേരുടെ തോർത്തിൻ്റെ അറ്റത്തൊക്കെ പിടിച്ച് കുറച്ച് നേരം മീനെ പിടിക്കും. ഞാൻ അലക്കുന്ന സമയം കൊണ്ടൊക്കെ മീനെ പിടുത്തവും കളിയൊക്കെ വെക്കും. അത് കഴിഞ്ഞ് കുളിപ്പിച്ച് കയറ്റി പിറക്കി വീട്ടിൽ വരും. അന്നേരത്തേക്കും സന്ധ്യ ആയാറാകും. പിന്നെ വന്ന് തല്ലി അലച്ചിച്ചിരി എന്തെങ്കിലും ഉണ്ടാക്കും. എന്നാലും ഇച്ചിരി മീനൊക്കെ മേടിച്ചിട്ട് കുറച്ച് ഞാൻ വറുത്തിട്ട് ടിന്നിനകത്തിട്ട് വെച്ചേക്കും. എന്നൊന്നും നമുക്ക് മേടിക്കാൻ പോകാൻ പറ്റത്തില്ല, എന്നും മേടിക്കാൻ കാശുമില്ല. ഞായറാഴ്ച ഒരു ദിവസമാണ് സാധനം മേടിക്കാൻ പോകുന്നത്. ആ സാധനം മീൻ മേടിച്ചിട്ട് ഞാൻ പകുതി വറക്കും, പകുതി കറി വെക്കും. കറി വെക്കുന്നത് മകനൊന്നും ഒട്ടും ഇഷ്ടമില്ല, അപ്പം വറക്കുന്നതേ ഇഷ്ടമുള്ളൂ. വറുത്ത് ഒരു കുഞ്ഞി കഷ്ണം കൊണ്ട് ഇച്ചിരിയൊക്കെ കഴിച്ചോളും. അങ്ങനെ എന്നിട്ട് എൻ്റെ വലതുവശത്ത് ഇരിക്കും കേട്ടോ സാറ്, എൻ്റെ അടുത്തേ ഇരിക്കത്തുള്ളൂ ചോറിന സമയത്ത്. എന്നിട്ട് വറുത്തത് എൻ്റെ പാത്രത്തിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവൻ്റേത് കഴിച്ചു തന്നിട്ട് എൻ്റെ പാത്രത്തിലോട്ട് നോക്കിയിരിക്കും. അപ്പോൾ എനിക്കറിയാം ഇതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ചോദിക്കും, എന്നാ വേണോ, അമ്മയുടെ മീൻ വേണോ? എന്ന് പറയും. അപ്പം ഞാൻ എടുത്ത് കൊടുത്ത് എന്തേലും പറയും, അതും കൂടെ പൊളിച്ചിട്ട്. അപ്പോൾ ചാച്ചനിട്ട് ചിരിക്കുവേ. എന്നിട്ട് അമ്മേ ഞാൻ പഠിച്ച് ഷാറായി കഴിയുമ്പം ഞാൻ വലിയ മീൻ മേടിക്കും, എന്നിട്ട് തലയെല്ലാം ഞാൻ തിന്നും, അമ്മയ്ക്ക് ഞാൻ വലിയ കഷണം എല്ലാം തരാമെന്ന്. അതൊക്കെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ, കുഞ്ഞിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇരിക്കത്തില്ലേ, ഭയങ്കരമായിട്ട് അതൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ ഇരിക്കും അല്ലേ. പിന്നെ ഒരു ദിവസം എൻ്റെ ദൈവമേ, ഇവൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് ഇഞ്ചി പൊടി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നറിയാം, ഈ പിള്ളേർക്ക് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അപ്പോൾ ആ സമയത്ത് പൂവൊക്കെ പറിച്ച് ബൊക്കെയായിട്ടോ അല്ലെങ്കിൽ കടയിൽ നിന്ന് പൂ മേടിച്ചിട്ട് അങ്ങനെയോ ഒക്കെ കൊടുത്തു വിടും കുഞ്ഞുങ്ങളുടെ കയ്യിൽ. ടീച്ചർമാർക്ക് കൊണ്ടുപോയി പിന്നെ അധ്യാപക ദിനത്തിന് ഹാപ്പി അധ്യാപക ദിനം ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അവൻ നല്ലപോലെ പഠിക്കുമായിരുന്നു. അതുകൊണ്ട് ടീച്ചർമാർക്കൊക്കെ ജീവനായിരുന്നു.
2 കുഞ്ഞുങ്ങളെ ഇഷ്ടമായിരുന്നു ടീച്ചർമാർക്കൊന്നും. കാരണം അലമ്പും വഴക്കും പ്രശ്നവും ഒന്നും ഇല്ലാത്ത 2 പൊന്നുമക്കളായിരുന്നു. അപ്പം ഈ ടീച്ചർമാർക്കൊക്കെ ഇങ്ങനെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ ഞാൻ ഡസ്റ്റർ തയ്ച്ചു കൊടുത്തു വിടും, പിന്നെ ചൂരലും മേടിച്ച് കൊടുത്തു വിടും, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ട് ഒരു ദിവസം ഇവൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് നാളെ ഒരു ഇഞ്ചിപ്പൊടി വേണം. ഇഞ്ചിപ്പൊടിയോ? അതെന്നെ സാധനം മോനെ? എന്നിട്ട് ഞാൻ ഇഞ്ചി നട്ട് വെച്ചേക്കുന്നതിൻ്റെ വടി തണ്ടെടുത്തിട്ടുണ്ട്. ഇതാണോ? ഇവൻ ദേഷ്യപ്പെടുവല്ലേ, ഇതല്ല എനിക്ക് ഇഞ്ചിപ്പൊടി വേണം. എന്നിട്ട് തുള്ളുവാ കിടന്നുകൊണ്ട് കരഞ്ഞോണ്ട്. അപ്പം എന്നാ സാധനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പൊന്നെ, ടീച്ചർ പറഞ്ഞു ഇഞ്ചിപ്പൊടി മേടിക്കണമെന്ന് പറഞ്ഞു, ഇഞ്ചിപ്പൊടി മേടിച്ചുകൊണ്ട് വരണമെന്ന് ടീച്ചർ പറഞ്ഞു, ഇഞ്ചിപ്പൊടി കൊണ്ടുവരണം. അപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ വിളിച്ചാണ് കേട്ടോ. പൂനായിൽ നിന്നാണ് വിളിച്ചേക്കുന്നത് കേട്ടോ. അവ ചങ്ങനാശ്ശേരിക്കാരാണ്, പിന്നെ മൂവാറ്റുപുഴയിലാണ് ചേട്ടൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറഞ്ഞാൽ ഇഞ്ചിവടി ലാസ്റ്റ് ഇഞ്ചിവടി അല്ല എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇഞ്ചിയുടെ തണ്ട് കണ്ടിച്ച് ആ ഇലയെല്ലാം കളഞ്ഞിട്ട് ഇതാണോ എന്ന് ചോദിച്ചു. ഇപ്പം തുള്ളുവാകുന്നതുകൊണ്ട് ഇതല്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് താഴേന്ന് മുത്തെന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട് കേട്ടോ. അവൻ കയറി വന്നേ. എന്തിനാ ഇവൻ കരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൻ കയറി വന്നു. അന്നേരം ഞാൻ പറഞ്ഞു, എടാ മുത്തേ ഇഞ്ചിവടി കൊണ്ടുചെല്ലാൻ പറഞ്ഞു. എന്നതാടാ കൊച്ചേ ഇഞ്ചിവടി? അപ്പോഴവൻ പറഞ്ഞ, സിന്ധു ചേച്ചി അത് ഇഞ്ചിവടി അല്ല, എഞ്ചിവടി എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സാധനമില്ല, അതാണ്. ഞങ്ങളെ ചിരിച്ച് പണ്ട് തപ്പി. പിന്നെ പിറ്റേ ദിവസം കൊണ്ടുപോയി മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞാൽ സമാധാനമായി. അത് പക്ഷേ അങ്ങനെയുള്ള ഇത് എന്നാ പറയുന്നത്, ചില കാര്യത്തിലൊക്കെ കുഞ്ഞു വാശി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും കുഞ്ഞിലെ ഞാൻ ഈ ഒരു കുത്തൊക്കെ കൊടുത്തൊക്കെ പഠിപ്പിച്ച് അതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു 2ാം ക്ലാസ്സിലൊക്കെ എത്തിയ പിന്നെ അവന് പറഞ്ഞു കൊടുക്കാനും ചെല്ലണ്ട, പഠിപ്പിക്കാനും ചെല്ലണ്ട. അവൻ്റെ കറക്റ്റ് സമയത്ത് അവൻ്റെ ടൈം ടേബിളും അവൻ്റെ ഹോംവർക്കും എല്ലാം പക്കാ ഡീസൻ്റായിട്ട് ചെയ്യുമായിരുന്നു. എല്ലാം. പിന്നെയും മടിച്ച് ഇവളായിരുന്നു. ഇവളിച്ചിരി പഠിക്കാനും ശകലം പുറകോട്ടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അവനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് അടിസ്ഥാനം കൊടുത്തു. പക്ഷേ എനിക്ക് ഇതിനെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതെനിക്കൊരു ഉള്ളിലൊരു ചെറിയ സങ്കടമുള്ള കാര്യമാണ്. അതിനെ കൂടെ അങ്ങനെ വിട്ടിരുന്നത്. അന്നേരം എന്ന് വെച്ചാൽ അവിടുത്തെ ടീച്ചർമാർ എന്നാ പറഞ്ഞാൽ അത്രയും നന്നായിട്ട് ഇരുത്തി പഠിപ്പിക്കും. ഒന്ന് എൻ്റെ ചേട്ടായുടെ ഭാര്യയായിരുന്നു, എൻ്റെ സുരേഷ് ചേട്ടായുടെ, എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ ഭാര്യയായിരുന്നു. പിന്നെ സ്മിത ടീച്ചർ, നമ്മുടെ പ്രക്കാട്ട് സോണീൻ്റെ പെങ്ങള്, സോണിച്ചാൻ്റെ പെങ്ങള്. പിന്നെ സ്മിതയായിരുന്നു ഇവൻ്റെ ക്ലാസ് ടീച്ചർ. ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് കയറി താമസിന് 2-3 പ്ലേറ്റൊക്കെ അവിടെ തന്നെ. 3 പേർക്കും 3 പ്ലേറ്റാണ് അവിടെ തന്നെ സ്മിത. 3 4 അങ്ങനെ. അപ്പം അങ്ങനെ എൻ്റെ മോളെയും കൂടെ വിട്ടിരുന്നത്. അവളും അത്രയും ഇച്ചിരി ആയി പോയേനായിരുന്നായിരിക്കാം, അത്രയും തറവാട്ടോ. പക്ഷെ അത്രയും അവിടെ വരിക്കാനിക്കാരുടെ വീട്ടിൽ നിന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടെ കുറേ സപ്പോർട്ടുണ്ടായിരുന്നു എനിക്ക്. ഇത് വല്ലയിടത്തും പണിയാൻ പോയിട്ട് ഞാൻ വന്നിട്ട് അലക്കും കുളിയും കഞ്ഞി വെക്കും കറി വെയും, പിന്നെ ഇതുങ്ങളെ പഠിപ്പിക്കാനും കൂടെ ചെയ്യുമ്പോൾ ഇതുങ്ങൾ ഉറങ്ങിപ്പോവും. അങ്ങനെ എനിക്ക് അത്രയും അമ്മൂനെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതിനകത്തെനിക്കൊരു കുഞ്ഞു കുറ്റബോധമുണ്ട് സത്യം, ആദ്യത്തെ ആ ഒരു ഇതിലേ. പക്ഷേ അവളും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ പ്ലസ് ടു വരെ വിട്ടു, മോനെ ഡിഗ്രി വരെ വിട്ടു. എൻ്റെ കഴിവനുസരിച്ച് എനിക്ക് പറ്റിയ കണക്കൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാനും ജാസിനും എൻ്റെ മക്കളും കൂടെ സന്തോഷകരമായിട്ട് സമാധാനപരമായിട്ട് കഴിയുമായിരുന്നു നമ്മുടെ ആറ്റുകാർ വീട്ടിൽ. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും, എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനയ്ക്ക് പോകും. SNDP പ്രാർത്ഥനയുണ്ട്. മാസത്തിൽ 2-3 മാസം കൂടുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെപ്പിക്കും. എന്നിട്ട് ഞാൻ തന്നെ സുഖിയനോ ഏത്തക്കാവുളിയോ ഉള്ളിവടയോ എന്തെങ്കിലും ഉണ്ടാക്കും. ഇഷ്ടം തീരെ ഉണ്ടാക്കും. അങ്ങനെ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി വെക്കുമ്പോഴേക്ക് ഈ എന്നാ പറയുന്നത് പിച്ചത്തരമൊന്നും എനിക്കറിയത്തില്ല. എന്നിട്ട് വരുന്നവർക്കെല്ലാം പൊതിഞ്ഞിട്ട് കൊടുത്തും വിടും. അതിനെല്ലാവരും പറയാം നീ സിന്ധുവിൻ്റെ ഒരു സ്വഭാവമെന്ന്. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ കൊടുക്കുകയും നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്താണല്ലോ നമുക്ക് ഇരട്ടിയായിട്ട് ദൈവം തരുന്നേ, ഉറപ്പല്ലേ? ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ പിന്നെ ഈ പ്രാർത്ഥനയ്ക്ക് പോകുമ്പം എൻ്റെ മക്കൾ 2 ഉണ്ടല്ലോ മത്സരിച്ച് വായിക്കും. ഒരു പുസ്തകത്തിനകത്തെ നമ്മൾ ഇടയ്ക്ക് പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ വായിക്കുന്ന ഭാഗങ്ങളുണ്ട്, മത്സരിച്ച് വായിക്കും. എന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞുങ്ങൾ ചെല്ലുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു 2 പേര്. അതുകൊണ്ട് തന്നെ അവൻ ഇവളുടെ ബാഗ് കൂടെ മേടിച്ച് പിടിക്കും. ഞാനൊരു 8:30 ആകുമ്പോൾ എനിക്ക് പണിക്ക് ചെല്ലണം, ടീച്ചർമാരുടെ കുഞ്ഞുങ്ങളെ നോക്കാനും. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ ഹോം നേഴ്സിംഗ് പണിയും അവരുടെ വീട്ടിൽ നിന്ന് വീടൊക്കെ പണിത് മാറി നമ്മൾ ഇങ്ങോട്ടേക്ക് താമസം തുടങ്ങി കഴിഞ്ഞപ്പം പിന്നെ സീസണിൽ മാത്രമുള്ള പണി. അപ്പോൾ ചേച്ചിയുടെ കൈയൊക്കെ ഓക്കെ ആയി, ചേച്ചിക്ക് എല്ലാ പണിയും ചെയ്യാം. പിന്നെ സീസണിൽ മുളക് പറിക്കാനും അങ്ങനെയൊക്കെ ചെല്ലുമായിരുന്നു. അല്ലാണ്ട് പിന്നെ ഞാൻ ഓരോ ടീച്ചർമാരുടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്, അങ്ങനെ പിന്നെ പ്രസവം നോക്കാനായിട്ട് അങ്ങനെയൊക്കെയായിരുന്നു. നമ്മുടെ സൗമ്യയുടെ അങ്ങനെയാണ് കണ്ണൻ എന്നെ അറിയാവുന്നത്. നമ്മുടെ ചേട്ടൻ്റെ കടയിലെ കണ്ണൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെങ്കൊച്ചിൻ്റെ 2 പ്രസവം ഞാനാണ് പോയി നോക്കി കൊടുത്തത്. അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ സിറ്റിയാണ്.
ഉപ്പുതറ സിറ്റി. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ബസ്സിൽ പോവുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഞാൻ അവിടെ സിറ്റ് ഔട്ടൊക്കെ ഇരുന്ന് തുടയ്ക്കുന്നത്. നടയും സിറ്റ് ഔട്ടൊക്കെ മെയിൻ റോഡ് സൈഡാണ്, എന്നും തുടയ്ക്കണം. കാരണം വണ്ടി എപ്പോഴും പോകുന്നതുകൊണ്ട് പൊടിയായി, ഈ കറുത്ത ടൈലായിട്ടേക്കുന്നത്. എന്നിട്ട് തുടയ്ക്കുന്ന അന്നേരം ബസ്സിലൊക്കെ ഇരുന്ന് എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ പോകുമ്പോൾ എൻ്റെ കണ്ണീന്ന് പുടുപുടാന്ന് ചാടും. എന്നാലും ഞാൻ മനസ്സിൽ വിചാരിക്കും, ഇതൊന്നും കണ്ട് ഞാൻ തളരത്തില്ല, എനിക്ക് സങ്കടമുണ്ട് അങ്ങനെ നോക്കി പോകുന്ന കാണുമ്പോൾ. പക്ഷേ എനിക്ക് എൻ്റെ മക്കളെ വളർത്തണം. സത്യം. അപ്പിത്തുണി കഴിയുമ്പോൾ ഈ കണ്ണൻ എന്നോട് ചോദിച്ചാൽ, കണ്ണൻ അന്ന് 10ാം കണ്ടാണ് പഠിക്കുന്നത്, ഈ ചേട്ടായുടെ കടയിലെ കണ്ണൻ, സിന്ധു ചേച്ചിക്ക് അറപ്പില്ലേന്ന്. അപ്പിത്തുണി തോട്ടിൽ കൂടെ ഒലച്ച് വിടുവാണേ. അപ്പോൾ ഈ അപ്പി ഒഴുകുന്ന കണ്ടപ്പോൾ സിന്ധു ചേച്ചിക്ക് അറപ്പില്ലേന്ന്. ഞാൻ പറഞ്ഞു, എന്തിനാ മോനെ അറയ്ക്കുന്നത്, അത് കുഞ്ഞു മാവയുടെ അപ്പിയല്ലേ. അങ്ങനെ ആ മോൾക്ക് 2 പിള്ളേരുണ്ടായി. ആ 2 പിള്ളേരുടെയും പ്രസവം നോക്കി, ആ 2 എണ്ണത്തിൻ്റെയും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയും പ്രസവം നോക്കി. എന്നിട്ട് അപ്പോൾ 28 കെട്ടിനൊക്കെ അവരെനിക്ക് 10,000 ഒക്കെ എക്സ്ട്രാ കൂടുതൽ തരുകയും ഒക്കെ ചെയ്യും. പിന്നെ അവധി സമയങ്ങളിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും പിള്ളേരെ. ആ ചേച്ചിയാണെങ്കിലും, അയ്യോ മാധുരി ചേച്ചി ഭയങ്കര സ്നേഹമായിരുന്നു, ജീവനായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഞാൻ 6 വീട്ടിൽ അടുക്കളപ്പണിക്ക് പോയോ, അവരെല്ലാവരും എന്നെ സ്വന്തം കൂടപ്പുറപ്പുകളെ പോണക്ക്, സ്വന്തം ആ വീട്ടിലെ ഒരു അംഗത്തെ പോണക്ക് അത്രയും കരുതലോടെ എൻ്റെ കുഞ്ഞുങ്ങളെയാണേലും ചേർത്ത് പിടിച്ചു, എന്നെയാണെങ്കിലും ചേർത്ത് പിടിച്ചു. പിന്നെ കുറേ എല്ലാം ഈ പ്രാർത്ഥനയ്ക്ക്, ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലൊക്കെ ഈ ആദ്യത്തെ വീട്ടിലൊക്കെ നിന്നപ്പോഴത്തേനും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും എന്നാ പറയുന്നത് സന്ധ്യാപ്രാർത്ഥനയിലും എല്ലാം ഞാനും ഉൾപ്പെടും അവരുടെ കൂടെ. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു ഈശ്വര വിശ്വാസവും ഒരു ധൈര്യവും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ തന്നെ താമസം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കണക്ക് പിന്നെ രാവിലെ 8:30 ആകുമ്പോഴത്തേനും എനിക്ക് പോകണം. അതിന് മുമ്പേ പെട്ടെന്ന് നിങ്ങളെ കുളിപ്പിച്ച് പിറക്കി ഒരു വീരത്തിൽ തീറ്റിപ്പീരായിരുന്നു എനിക്ക് ഏറ്റവും ദുരിതം പിടിച്ച പണി. എന്നാലും ഞാനുണ്ടല്ലോ, ഇത്രയും നിവൃത്തി ഇല്ലാത്ത സമയത്താണെങ്കിലും നെയ്യ്, ഏത്തക്ക, മുട്ട, ഈ 3 സാധനം ഞാൻ എങ്ങനെയും എൻ്റെ കുഞ്ഞുങ്ങളുടെ വയറ്റിലാക്കുമായിരുന്നു. ഇല്ലാത്ത കാശ് കൊടുത്ത് മുട്ട മേടിച്ചിട്ട് പുഴുങ്ങിയിട്ട് ഞാൻ ഇതുങ്ങളുടെ കൈ കൊടുക്കും, പെട്ടെന്ന് തിന്നട്ടെ എന്ന് കേൾക്കുന്നുണ്ട്. ഇവരെന്നായെന്നറിയാവോ, മുട്ടയുടെ വെള്ള തിന്നും. എന്നിട്ട് പതിയെ മുറ്റത്ത് പമ്മി പോയിട്ട് മുട്ട മുറ്റത്തിൻ്റെ താഴോട്ടിടും. ഒരു ദിവസം ചാച്ചൻ എന്തിനും ഇറങ്ങി ചെന്നപ്പോഴത്തേനും ഇത് മഴയും കൂടെ പെയ്തപ്പോഴത്തേനും മഞ്ഞ ഉണ്ണിയെല്ലാം വീർത്ത് കുറേ കിടക്കുക. അപ്പോൾ ചാച്ചൻ ഇത് നോക്കിയപ്പോൾ മുട്ടയാണ്. തിരിച്ച് ചാച്ചൻ വൈകിട്ട് ഞാൻ വന്ന് പറഞ്ഞു, നിൻ്റെ എടി ഇന്ന് മുട്ട കൊടുത്തിട്ടേ അവർ കഴിക്കുന്ന നീ ഒന്ന് നോക്കിക്കോണം കേട്ടോ, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്നാ പതിയെ ന്യൂട്രി തിന്ന് അവൻ്റെ ആദ്യം തിന്നു. എന്നിട്ട് കൊണ്ടുപോയി പതിയെ മുറ്റത്തിൻ്റെ താഴോട്ട് ഇട്ടു. എന്നിട്ട് അവളെ കണ്ണ് കാണിക്കുക, നീയും കൊണ്ട് ഇട്ടോ. അവളും കൊണ്ടുപോയി വെള്ള തിന്നും, ഇത് കളയും. പിന്നെ അന്ന് കൊടുത്തൊരു 2 എണ്ണം കൊടുക്കണ്ടേ, നിങ്ങൾ പറ, അത് തെറ്റാണോ? അന്ന് കൊടുത്ത് 2 എണ്ണം വടിയെടുത്തൊക്കെ ഞാൻ കൊടുക്കത്തുള്ളൂ, മുട്ടിന് താഴോട്ടേ അടിക്കത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ചിലരുണ്ട് പോത്തക്കൈ വെച്ച് കൊച്ചുങ്ങളെ പുറത്തിനിട്ടും ഇത് ഇവിടെ തിന്നിട്ടും ഒക്കെ കൊടുക്കുന്ന കാണാം. പക്ഷെ ഞാൻ അങ്ങനത്തെ അടിയൊന്നും ചെയ്ത് അടിക്കും, തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മുട്ടിന് താഴോട്ട് വടിയെടുത്ത്, അത് എൻ്റെ അമ്മയുടെ നിയമമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസം അങ്ങനെ തള്ളി നിൽക്കി. ബാക്കി നാളെ പറഞ്ഞ പോരെ.